നാലാം വാരത്തിലേക്ക് കിടക്കുന്ന പശ്ചിമേഷ്യൻ പോരാട്ടം വെറുമൊരു അതിർത്തി തർക്കമല്ല, മറിച്ച് ലോകക്രമത്തെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഒരു മഹാവിപത്തായി മാറുകയാണ്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ കേവലം ഒരു സൈനിക നീക്കത്തിനപ്പുറം മേഖലയുടെ സാമ്പത്തിക സ്ഥിരകളെയും ഊർജ്ജ സ്രോതസ്സുകളെയും ലക്ഷ്യമിടുന്ന ഒരു ടോട്ടൽ വാറിലേക്ക് പരിണമിച്ചു കഴിഞ്ഞു. തങ്ങളുടെ വൈദ്യുതി നിലയങ്ങൾക്ക് നേരെ ഒരു വിരൽ അനങ്ങിയാൽ പോലും ഇസ്രായേലിനെ ചാരമാക്കുമെന്ന ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മുന്നറിയിപ്പ് ഈ കനൽച്ചൂടിന്റെ ആഴം വ്യക്തമാക്കുന്നു. എന്നാൽ കേവലം ഇസ്രായേലിനെ മാത്രമല്ല, അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് തണലൊരുക്കുന്ന അയൽരാജ്യങ്ങളിലെ ഊർജ്ജ കേന്ദ്രങ്ങളെയും കടപുഴക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനം ലോകത്തെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തുകയാണ്. സഖ്യകക്ഷികളെ പോലും യുദ്ധത്തിന്റെ തീച്ചൂളയിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഈ ഭീഷണി പശ്ചിമേഷ്യയെ ഒരു ആഗോള സ്ഫോടനത്തിന്റെ പ്രഭവ കേന്ദ്രമായി മാറ്റിയിരിക്കുന്നു. ലക്ഷ്യങ്ങൾ മാറുന്നു, തന്ത്രങ്ങൾ കടുക്കുന്നു. ലോകം കണ്ടെത്തുള്ളതിൽ വെച്ച് ഏറ്റവും സങ്കീർണമായ ഒരു യുദ്ധതന്ത്രത്തിനാണ് ഇപ്പോൾ കളമൊരുങ്ങുന്നത്. തങ്ങളുടെ ആശുപത്രികളും വിദ്യാലയങ്ങളും ആക്രമിക്കപ്പെട്ടപ്പോൾ സ്വീകരിച്ചിരുന്ന സംയമനം ഇനി ഉണ്ടാകില്ല എന്നും രാജ്യത്തിന്റെ വൈദ്യുതി മേഖലയെ ലക്ഷ്യം വെച്ചാൽ ശത്രുക്കളുടെ വൈദ്യുതി ബന്ധം തന്നെ ഇല്ലാതാക്കുമെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. ഈ പ്രസ്താവന വെറും ഒരു ഭീഷണിയല്ല, മറിച്ച് ഗൾഫ് മേഖലയെ ഒന്നടങ്കം ബാധിക്കാവുന്ന ഒരു വിപുലമായ യുദ്ധത്തിന്റെ ഭാഗമാണ്. ലോകത്തിന്റെ എണ്ണക്കപ്പലുകൾ ഒഴുകുന്ന ഹോർമൂസ് കടലിടുക്ക് 48 മണിക്കൂറിനുള്ളിൽ തുറന്നില്ലെങ്കിൽ ഇറാന്റെ വൈദ്യുതി നിലയങ്ങൾ തകർക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം ആഗോള വിപണിയെ വിറപ്പിക്കുകയാണ്. എന്നാൽ ഈ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കാനല്ല, മറിച്ച് അമേരിക്കയെയും സഖ്യകക്ഷികളെയും ഞെട്ടിക്കുന്ന ഒരു കനത്ത തിരിച്ചടിക്കാണ് ഇറാൻ കോപ്പുകൂട്ടുന്നത്. ഇറാന്റെ വൈദ്യുത മേഖലയിൽ ഒരു വിരൽ അനക്കിയാൽ പോലും ശത്രു രാജ്യങ്ങളുടെ സകല ഊർജ്ജ സ്രോതസ്സുകളും എന്നേക്കുമായി നിശ്ചലമാകുമെന്ന IRGCയുടെ പ്രഖ്യാപനം ഈ പോരാട്ടത്തെ പുതിയൊരു തലത്തിലെത്തിച്ചു. നിങ്ങൾ ഞങ്ങളുടെ വെളിച്ചം കെടുത്താൻ നോക്കിയാൽ നിങ്ങളുടെ സാമ്രാജ്യങ്ങളെ ഞങ്ങൾ ഇരുട്ടിലാക്കുമെന്ന ഇറാന്റെ കർശന മുന്നറിയിപ്പ് വെറും ഒരു വാക്കല്ല, മറിച്ച് ഗൾഫ് മേഖലയിലെ സകല അമേരിക്കൻ താവളങ്ങളെ ലക്ഷ്യം വെച്ചുള്ള കൃത്യമായ യുദ്ധ പ്രഖ്യാപനമാണ്. കുടിവെള്ള സ്രോതസ്സുകൾ ആക്രമിക്കില്ലെന്ന് ഇറാൻ ആവർത്തിക്കുന്നുണ്ട് എങ്കിലും വൈദ്യുതി നിലയങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഈ പോര് ജനജീവിതത്തെ ഇരുളിലാക്കുമെന്ന ഭീതിയിലാണ് പശ്ചിമേഷ്യ. ഇറാൻ ഇപ്പോൾ വെറുമൊരു പ്രതിരോധത്തിനപ്പുറം ശത്രുക്കളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് ആക്രമിക്കുന്ന രീതിയിലേക്ക് സൈനിക നയം മാറ്റിയതായി ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഗൾഫിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ, ഇസ്രായേലിലെ ഡിമോണ ആണവ മേഖല, ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള അമേരിക്കൻ താവളങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ യുദ്ധം ഒരു വലിയ പ്രോക്സി വാർ അഥവാ മറഞ്ഞു നിന്നുള്ള പോരാട്ടമായി മാറുന്നതിന്റെ സൂചനയാണ്. യമനിലെ ഹൂതികളെ പോലെയുള്ള സഖ്യകക്ഷികളുടെ ഇടപെടലും ഇറാന്റെ ആഭ്യന്തര സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും അവർ സ്വീകരിക്കുന്ന കടുത്ത നിലപാടുകളും പശ്ചിമേഷ്യയെ ഒരു വലിയ അപകടകരമായ വഴിത്തിരിവിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ലോകം അതീവ ജാഗ്രതയോടെ നോക്കി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു ചെറിയ പിഴവ് പോലും ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാം.